പ്രിയപ്പെട്ടവരെ, ട്രംപിന് ഇപ്പോൾ ഇറാൻ വലിയൊരു പണി കൊടുക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. പക്ഷേ പേർഷ്യൻ കടലിൽ ധാരാളം കപ്പലുകൾ ഇപ്പോൾ തിരിച്ചു പോകാൻ കഴിയാതെ നിലനിൽക്കുകയാണ്. അത് ഗൾഫ് പോർട്ടുകളിലെല്ലാം ധാരാളം കപ്പലുകളുണ്ട്. ഈ കപ്പലുകൾ പല രാഷ്ട്രങ്ങളുടേതാണ്. എന്നാൽ ഇപ്പോൾ ഇറാൻ ശക്തമായൊരു വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. പേർഷ്യൻ കടലിലുള്ള കപ്പലുകളെല്ലാം ഉടനെ അതിലുള്ള ജീവനക്കാരെ ഒഴിപ്പിക്കേണ്ടതുണ്ട്, അറ്റാക്ക് വരുന്നു എന്നാണ് ഇറാൻ പറയുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തലിന്റെ സമയം അവസാനിച്ച ഈ ഘട്ടത്തിൽ ഇറാൻ ആക്രമണത്തിന് തയ്യാറാകുന്നു എന്ന വാർത്തയാണ് വരുന്നത്. അതേസമയം അമേരിക്ക ഇപ്പോൾ വെടിനിർത്തൽ സമയം നീട്ടിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇറാന്റെ രാഷ്ട്രീയ നിരീക്ഷകനും അതുപോലെ തന്നെ ഉപദേഷ്ടാവുമായ മുഹമ്മദ് മറാൻഡിയാണ് ഒരു പ്രധാനപ്പെട്ട വാർണിംഗ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എവ്രിവൺ ഷുഡ് ഇമ്മീഡിയറ്റ്ലി ലീവ് ദി UAE, ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ ആൻഡ് കുവൈത്ത്. ഈ രാഷ്ട്രങ്ങളിലുള്ള ആളുകൾ പെട്ടെന്ന് സ്ഥലം വിടേണ്ടതുണ്ട്. അവിടെയുള്ള കപ്പലിലുള്ള ജീവനക്കാരെ ഉടനെ തന്നെ ഒഴിപ്പിക്കേണ്ടതാണ്. ദിസ് ഈസ് എസ്പെഷ്യലി അർജന്റ് ഫോർ ഷിപ്സ് നിയർ ദി സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ്. എന്നാൽ ഈ കാര്യം ഹോർമുസ് കടലിടുക്കിലുള്ള കപ്പലുകൾ വളരെ കാര്യഗൗരവത്തോടെ തന്നെ എടുക്കേണ്ടതുണ്ട്. ടൈം ഈസ് റണ്ണിങ് ഔട്ട്. സമയം ഇപ്പോൾ അവസാനിച്ചു കൊണ്ടിരിക്കുന്നു. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. എന്താണ് ഇതുകൊണ്ട് ഇറാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ പേർഷ്യൻ കടലിൽ ഹോർമുസ് കടലിടുക്ക് കടക്കാൻ കഴിയാതെ തിരിച്ചു പോകാൻ കഴിയാതെ ഒരുപാട് കപ്പലുകളുണ്ട്. ആ കൂട്ടത്തിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ടതും അതുപോലെ ഇറാന്റെ ശത്രു രാഷ്ട്രങ്ങളുടെ ധാരാളം കപ്പലുകളുണ്ട്. എന്നാൽ ഈ കപ്പലുകളെ ഇറാൻ പിടികൂടും എന്ന സൂചനയാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇറാന്റെ ഒരു കപ്പലിനെ അന്താരാഷ്ട്ര കടലിൽ നിന്ന് അമേരിക്ക പിടികൂടിയെങ്കിൽ ഇറാന് ആക്രമിക്കാൻ കഴിയുന്ന പരിധിക്കുള്ളിൽ ധാരാളം അമേരിക്കയുമായി ബന്ധപ്പെട്ട കപ്പലുകൾ ഉണ്ട് എന്ന കാര്യം ട്രംപ് മറന്നുപോയിരിക്കുന്നു. ഇവിടെയാണ് ട്രംപിന് അമളി പറ്റുന്നത്. ഇറാനിന് ചെയ്യാൻ പോകുന്നത് ഒരു കപ്പലിന് പകരം ഒന്നായിരിക്കുകയില്ല, കൂടുതൽ കപ്പലുകൾ പിടിച്ചടക്കുമെന്ന സൂചനയാണ് ഇതിലൂടെ ഇറാൻ നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ടുണ്ടാകും. പേർഷ്യൻ കടലിൽ ഇപ്പോൾ ധാരാളം കപ്പലുകൾ നിലനിൽക്കുകയാണ്, ചരക്ക് കപ്പലുകൾ. പെട്ടെന്നായിരുന്നു യുദ്ധം വന്ന് ബ്ലോക്ക് ചെയ്യുന്നത്, ഹോർമുസ് കടലിടുക്ക് ബ്ലോക്ക് ചെയ്യുന്നത്. ആ ബ്ലോക്ക് ചെയ്യുന്ന ഘട്ടത്തിൽ കടക്കാൻ കഴിയാതെ ഒരുപാട് കപ്പലുകൾ പേർഷ്യൻ കടലിലുണ്ട്. ഈ കപ്പലുകളെ ഇറാൻ കൈകാര്യം ചെയ്യും, ഇതിനെ തടഞ്ഞു വെക്കും, അത് പിടികൂടും, അതിനുള്ള ആളുകളെ പിടികൂടും എന്ന സൂചനയാണ് ഇറാൻ ഇതിലൂടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഈ ഒരു സാഹചര്യം ഉണ്ടായാൽ അമേരിക്ക നിരുപാധികം ഇറാന്റെ കപ്പൽ വിട്ടുകൊടുക്കേണ്ടി വരും, അതിലുള്ള ജോലിക്കാരെ വിട്ടുകൊടുക്കേണ്ടി വരും. അതാണ് ഇറാൻ പറഞ്ഞത്. ഞങ്ങളുടെ കപ്പലിനെ അമേരിക്ക തിരിച്ചു തരാനുള്ള മാർഗം എങ്ങനെ സ്വീകരിക്കണമെന്നത് ഞങ്ങൾക്കറിയാം. അത് കൃത്യമായിരുന്നു. ഇറാൻ ഇനി ചെയ്യുന്നത് ട്രംപിന് മുട്ടൻ പണി കൊടുക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. യഥാർത്ഥത്തിൽ ട്രംപും ട്രംപിന്റെ സൈനിക രംഗത്തുള്ള വലിയ ഉദ്യോഗസ്ഥരും ചിന്തിക്കുന്നതിന്റെ നാലപ്പുറത്താണ് ഇറാന്റെ IRGCയുടെ ചിന്തകളും അവരുടെ പ്രവർത്തനങ്ങളും. ഇതുവരെ നടന്ന യുദ്ധത്തിലെ ഓരോ നീക്കങ്ങളും വളരെ കൃത്യതയോടുകൂടെയും വരാൻ പോകുന്ന ഇമ്പാക്റ്റുകൾ എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ദീർഘദൃഷ്ടിയോടെയുള്ള സൈനിക നീക്കങ്ങളുമാണ് അവർ നടത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇറാന്റെ കപ്പൽ പിടികൂടിയ ട്രംപിന് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്.